തീരത്തെ ഓളങ്ങളായി ഞാൻ രാവിലായി ഓർമ്മകൾ നുകരാം. മൊഴിയാൻ മറന്നൊരു വാക്കുകൾ കൊണ്ട് ഞാൻ ഏകാന്ത കാവ്യങ്ങൾ. ചേട്ടൻ കഴിക്കാതെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെ കഴിക്കാം? പുളിനങ്ങളിലൂടെ കാതങ്ങളായി ഞാൻ തിരയുന്നു നിന്നെ. പുഴയോരത്തെ തോണിയിൽ മെല്ലെ ഞാനും നിന്നോർമ്മയും മാത്രമായി. നദിയിൽ തീരത്തെ ഓളങ്ങളായി ഞാൻ രാവിലായി ഓർമ്മകൾ നുകരാം. മൊഴിയാൻ മറന്നൊരു വാക്കുകൾ കൊണ്ടു ഞാൻ ഏകാന്ത കാവ്യങ്ങൾ എഴുതാം. ദർശനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. നാളെ രാവിലെ തന്നെ ഞാൻ തിരിച്ചു വന്നോളാം. ധൃതി കൂട്ടൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. സാവകാശം വന്നാ മതി. ഓർമ്മയായി ഉണരും മതി. ഇനി പ്രിയൻചേട്ടൻ കഴിക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. നല്ല നാളുകൾ ഓർമ്മയായി. ഓരായിരം ജന്മം കാണുമെന്നെന്നും മനസ്സിൽ ആരോ മന്ത്രിക്കും. ആ പാറു ഇവിടെ തന്നെ കാണില്ലേ? ഓ സിസ്റ്റർ, ഞാനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ശരി. പേഷ്യന്റ് കയ്യോ കാലോ അനക്കിയാലോ, കണ്ണു തുറന്നാലോ, അല്ലെങ്കിൽ ഡ്രിപ്പ് തീർന്നാലോ ഉടനെ എന്നെ അറിയിക്കണം. കുട്ടിയൊന്നും ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? മനസ്സിലായി സിസ്റ്റർ. ഞാൻ അപ്പുറത്തെ മുറിയിൽ തന്നെ കാണും. ആ ശരി സിസ്റ്റർ. ആ രാവിലെ മുതൽ ചേച്ചി ഇവിടെ ഓടി നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിക്കോളൂ. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. നിനക്ക് തുളസിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? അല്ല, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് പാറുവിനെ മാത്രമായിരിക്കും. ഞാൻ പ്രിയൻചേട്ടനെ അമ്മയുടെ അടുത്തുനിന്ന് പിരിക്കുമെന്ന് അമ്മ പേടിച്ചതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രിയൻചേട്ടൻ എനിക്ക് വേണ്ടി അമ്മയോട് തർക്കിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്. ജീവന് തുല്യം സ്നേഹിക്കുന്ന മകൻ മറ്റൊരുത്തിക്ക് വേണ്ടി അമ്മയോട് നുണ പറയുമ്പോ എത്രമാത്രം വേദനിക്കുന്നു എനിക്ക് മനസ്സിലാവും. പ്രിയൻചേട്ടനെ നഷ്ടപ്പെടുമെന്ന് അമ്മ പേടിക്കുന്ന പോലെ തന്നെ ഞാനും പേടിക്കുന്നുണ്ട്. ഞാൻ പ്രിയൻചേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. പക്ഷെ ഒരിക്കൽ പോലും പ്രിയൻചേട്ടനെ അമ്മയിൽ നിന്ന് പിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പ്രിയൻചേട്ടന് അമ്മയെക്കാളും വലുതായിട്ട് മറ്റാരുമില്ല. അമ്പലത്തിൽ വെച്ച് പറഞ്ഞതൊന്നും അമ്മ മനസ്സിൽ വെക്കരുത്. പ്രിയൻചേട്ടന്റെ മനസ്സ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ജീവൻ അമ്മയുടെ അടുത്ത്. അത് മനസ്സിലാക്കി തന്നെ ഞാൻ പ്രിയൻചേട്ടനെ ഇഷ്ടപ്പെടുന്നത്. പ്രിയൻചേട്ടനെ എനിക്ക് ഇഷ്ടപ്പെടാൻ അമ്മയും കുടുംബവും ഒരു കാരണമാണ്. കുറച്ചു നാള് നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞപ്പോ എനിക്ക് നിങ്ങളെല്ലാരെയും ഒരുപാട് ഇഷ്ടമായി. പ്രിയൻചേട്ടന്റെ ഭാര്യയാവാൻ മാത്രമല്ല
കുടുംബത്തിന്റെ ഭാഗമാവാനാ ഞാൻ ആഗ്രഹിച്ചത്. പ്രിയൻ ചേട്ടനും ദർശനയും കുട്ടികളെ പോലെ കുറുമ്പ് കാണിക്കുമ്പോൾ അമ്മയോ അവരോടൊപ്പം കുട്ടികളെ പോലെ തന്നെ പെരുമാറാറുണ്ട്. ഇങ്ങനൊരു കുടുംബത്തിന്റെ ഭാഗമാവാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഞാനൊരിക്കലും അമ്മയുടെ മരുമകളാകില്ല എന്ന് അമ്മ തീരുമാനിച്ചു കാണും. പക്ഷെ ഞാൻ ഓരോ തവണയും അമ്മയെ വിളിക്കുന്നത് മനസ്സിൽ തട്ടി തന്നെ. അമ്മ എനിക്കൊരവസരം തന്നു നോക്കും. അമ്മയുടെ ഭർത്താവിനേക്കാളും മകനേക്കാളും ഒക്കെ നന്നായിട്ട് ഞാൻ അമ്മയെ നോക്കും. എനിക്ക് പറയാൻ തോന്നിയത് ഞാൻ പറഞ്ഞു. ബാക്കിയെല്ലാം അമ്മയുടെ തീരുമാനം പോലെ. ഞാൻ ഒരുറപ്പ് അമ്മയ്ക്ക് തരാം. അമ്മ കണ്ണു തുറന്ന് എന്നെ ഇനി ഒരിക്കലും കാണണ്ടെന്ന് പറയുകയാണെങ്കിൽ, എന്നെ മരുമകളായി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരില്ല. അമ്മയുടെ സമ്മതം ഇല്ലാതെ പ്രിയൻചേട്ടന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട. നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഞാൻ കാരണം നശിക്കരുത്. അമ്മ കണ്ണു തുറന്നാൽ മാത്രം മതി. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ എല്ലാരും തയ്യാറായി നിൽക്കുക. ഇത് തീർന്ന സിസ്റ്റർ വിളിക്കാൻ പറഞ്ഞല്ലോ. പാറുവിന് എന്നെ കുറച്ച് നേരത്തെ വിളിക്കായിരുന്നില്ലേ? ഇടയ്ക്ക് വന്ന് ഞാൻ സിസ്റ്ററിനെ നോക്കിയതാ. പക്ഷേ നന്നായി ക്ഷീണിച്ചിറങ്ങുന്ന പോലെ തോന്നി. കണ്ടപ്പോ എഴുന്നേപ്പിക്കാൻ മനസ്സ് വന്നില്ല. 2 ദിവസം അടുപ്പിച്ച് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതിന്റെ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാ. സിസ്റ്റർ, അതെനിക്ക് തന്നോളൂ സിസ്റ്റർ. സാരമില്ല, ഞാൻ ചെയ്തോളാം. വേണ്ട സിസ്റ്റർ, ഞാൻ കൊണ്ടുപോയിക്കോളാം. തരൂ.